വന്നുപോയി 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസുകാർ ചാണകവെള്ളവുമായി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പാഞ്ഞു വരാൻ കാരണമെന്ത്? മോദിയുടെ വരവിൽ കോൺഗ്രസിന് എന്താണ് ഇത്ര പ്രശ്നം? വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം കോൺഗ്രസ് ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തൃശൂരിലെ പരമ്പരാഗത സവർണ കോൺഗ്രസ് കുടുംബങ്ങളിലെ നൂറുകണക്കിന് സ്ത്രീകൾ മോദിക്കൊപ്പം മഹിളാ സംഗമത്തിൽ അണിനിരന്നു. കാലങ്ങളായി കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്ന ആയിരങ്ങൾ നരേന്ദ്രമോദിയുടെ ആരാധകരായി പരിപാടിക്കെത്തി. തൃശൂർ നഗരമേഖല ഉൾപ്പെടുന്ന തൃശൂർ നിയോജക മണ്ഡലത്തിൽ കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നായർ മേനോൻ കുടുംബങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം സമീപനത്തിൽ മാറ്റം വരുത്തിയിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം ഇത് കൃത്യമായും BJPക്ക് അനുകൂലമായി മാറി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P. ബാലചന്ദ്രനും പത്മജയ്ക്കും തൊട്ടുപിന്നിൽ സുരേഷ് ഗോപി 40,457 വോട്ട് പിടിച്ചതിന്റെ കാരണം ഇതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,91,141 വോട്ടാണ് സുരേഷ് ഗോപി ഒറ്റയടിക്ക് കൂട്ടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ CPIയിലെ രാജാജി മാത്യു തോമസിനും സുരേഷ് ഗോപിക്കുമിടയിലെ വോട്ട് വ്യത്യാസം വെറും 27,634. ഒന്നാഞ്ഞു പിടിച്ചാൽ ഈ 27,634 മറികടന്ന് രണ്ടാമതെത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. നിലവിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ കൂടി പിടിക്കാനാകുമെന്ന പ്രതീക്ഷ മോദിയുടെ വരവോടെ ശക്തിപ്പെട്ടിരിക്കുന്നു. സവർണ കോൺഗ്രസ് കുടുംബങ്ങളിലെ മോദി ആരാധന, ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരിൽ പലർക്കും മോദിയോടുള്ള താല്പര്യം, പ്രതാപനെ എന്നും പിന്തുണച്ചിട്ടുള്ള നാട്ടിക, വാടാനപ്പള്ളി, ചാവക്കാട് തീരമേഖലയ്ക്ക് കോൺഗ്രസിനോടുള്ള താല്പര്യമില്ലായ്മ, ഇത് മൂന്നും വളർത്തിയെടുത്താൽ മോദി ഒരു വരവ് കൂടി വന്നാൽ ശക്തമായ ത്രികോണ മത്സരം എന്ന നില മാറി പോരാട്ടം CPIയും BJPയും തമ്മിലാക്കും. പ്രവർത്തകരുടെ യോഗത്തിൽ പ്രതാപൻ രഹസ്യമായി പറഞ്ഞത് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ പിന്നിലാകും എന്നാണ്. ഇങ്ങനെ പോയാൽ നിയമസഭാ മണ്ഡലം മാത്രമല്ല തൃശൂർ ലോക്സഭാ മണ്ഡലമാകെയും കയ്യിൽ നിന്ന് പോകും. മോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ കോൺഗ്രസ് സ്വന്തം വോട്ടുകൾ സുരേഷ് ഗോപി കൊണ്ടുപോകാതെ നോക്കണം. ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ തൃശൂരിൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും.